ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ജൂലിയ ഓർ ലൂണ. അപ്പോൾ ഇത് ശരിക്കും ഒരു നടന്ന സംഭവമാണ്, ഒരു ഇൻസിഡന്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി. അപ്പം ഇതിലുള്ള ക്യാരക്ടർ ജൂലിയ, അവരൊരു അമേരിക്കൻ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആണ്, അതായത് ഒരു പ്രകൃതി സ്നേഹിയാണ്. അപ്പൊ അവരുടെ ഒരു കഥയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचा. एक लड़की ने उन्हें देख लिया. അപ്പോൾ ഒരു ദിവസം നല്ല ഹട്ടെ കട്ടെ മീൻസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഒരു വലിയ മരം വെട്ടാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇത് ഒരു പെൺകുട്ടി കണ്ടു. വഹ് ചട്ട് പേട് പർ ചढ़ गई. പെട്ടെന്ന് അവൾ ആ മരത്തിലേക്ക് കയറി. ആദ്മിയോനെ പെഹലെ ഉസെ സംജായ ഫിർ ധംകായ ബഹുത് ഡരായ. ആ വന്ന ആളുകൾ ആദ്യം അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ മരത്തിൽ നിന്ന് ഇറങ്ങിയാൽ ഇവർക്ക് മരം വെട്ടാൻ കഴിയുകയുള്ളൂ, അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നെ അവളെ ഭീഷണിപ്പെടുത്തി. ധംകായ ബഹുത് ഡരായ, പിന്നെ കുറെ പേടിപ്പിക്കാൻ നോക്കി. മേ നെഹി ഉത്തരൂങ്കി, അവൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയില്ല. ലടുക്കി ചില്ലായി ഒരേക് ശാഖ പർ ജാ ബേട്ടി. ആ പെൺകുട്ടി ചില്ലായി മീൻസ് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയില്ല എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു ബ്രാഞ്ചിൽ കയറി ഇരുന്നു. ആദ്മിയോനെ സോച്ച ആഖിർ കബീത്തോ ഉത്തരൂകി. അപ്പോൾ ആ വന്ന ആളുകൾ വിചാരിച്ചു, ഇവളെന്തെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങുമല്ലോ, എപ്പോഴെങ്കിലും ഇവളിവിടെ നിന്ന് ഇറങ്ങും, അപ്പോൾ ഞങ്ങൾ ഈ മരം മുറിക്കും. തബ് കാട്ടോങ്കി പേടുക്കോ, അപ്പോൾ ഞങ്ങൾ ഈ മരം മുറിക്കുമെന്ന് അവർ കരുതി. ദിൻ ഹഫ്തെ മഹീനെ ബീത്കെ, അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയി. പെർ ലടുക്കി തോ ഉത്തരി ഹി നഹി, പക്ഷെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിയതേയില്ല. ലോഗോं को जब पता चला तो उसके लिए लोगों ने खाना, पानी, स्टव, किताबें, गद्दा, कंबल, कपड़े सब ले आई. ശുക്രിയ ലടുക്കി ചർച്ചയായി. അതായത് ആളുകൾ അറിഞ്ഞു തുടങ്ങി. കാരണം ഈ പെൺകുട്ടി ഈ മരത്തിനെ രക്ഷിക്കുകയാണെന്നും അവൾ അതിൽ താമസിക്കുകയാണെന്നും അറിഞ്ഞപ്പോൾ, ഇതിനെ വെട്ടാൻ സമ്മതിക്കാതെ അതിൽ താമസിക്കുകയാണെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ ആളുകൾ അവൾക്ക് വേണ്ടി ഭക്ഷണം, പാനി വെള്ളം, സ്റ്റൗ, കിതാബേം എന്ന് പറഞ്ഞാൽ ബുക്സ്, ഗദ്ദ പില്ലോ, കമ്പൽ എന്ന് പറഞ്ഞാൽ കമ്പിളി പുതപ്പ്, കപ്പടെ വസ്ത്രങ്ങൾ, ഇതെല്ലാം അവൾക്ക് വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ അവരോടെല്ലാം അവൾ വളരെ നല്ല രീതിയിൽ അവർക്ക് താങ്ക്സ് പറയുകയും ശുക്രിയ പറയുകയും ചെയ്തു. उसने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. അവൾ ഒരു കിളിയെ പോലെ ആ മരത്തിൽ തൻ്റെ കൂടുണ്ടാക്കി. ഗോസ്ല ബനാലിയ, ഒരു കൂടുണ്ടാക്കി. ബാരിഷായി, സർദി ആയി, ഭയങ്കര ആന്തി തൂഫാനായി, ബർഫ് പടി. ബാരിഷായി ഭയങ്കരമായ മഴ വന്നു. സർദിയായി മഞ്ഞു പെയ്തു. ഭയങ്കര ആന്തി തൂഫാനായി അതിഭയങ്കരമായ കൊടുങ്കാറ്റ് വന്നു. ബർഫ് പടി, അവിടെ മുഴുവനും മഞ്ഞു വീണു. पर पेड़ ने लड़की को बचाए रखा और लड़की ने पेड़ को. അതായത് ഈ പെൺകുട്ടി ഈ മരത്തിനെ സംരക്ഷിച്ചു പോന്നു, അതേപോലെ തന്നെ ഈ മരം ഈ പെൺകുട്ടിയെയും തണുപ്പിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും മഴയിൽ നിന്നും എല്ലാം സംരക്ഷിച്ചു പോന്നു. കഹാനി പഠിക്കർ സുനാവു, ഇടയ്ക്കെല്ലാം ഈ പെൺകുട്ടി ഈ മരത്തിന് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കബി ലടുക്കി പേട് സേ പൂछती तो कभी पेड़ लड़की को अपने पत्तों से हवा का बहता राग सुनाता. ചിലപ്പോഴെല്ലാം ഈ പെൺകുട്ടി ഈ മരത്തിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതേസമയം ഈ മരം ഈ പെൺകുട്ടിക്ക് തൻ്റെ ഇലകളിലൂടെ വായു സഞ്ചരിക്കുമ്പോഴുള്ള ഒരു സുന്ദരമായ രാഗം അതിന് പാടിക്കൊടുത്തുകൊണ്ടിരുന്നു. ആ പെൺകുട്ടിക്കായി പാടിക്കൊണ്ടിരുന്നു. ഹട്ടെ കട്ടെ ആദ്മിയോം കെ സേठ ने अजीबो गरीब तरकीबें लगाई. कभी पेड़ के नीचे लाउड स्पीकर पर
തേസ് ജോർ മച്ചായ. അതായത് ഈ ഹട്ടെ കട്ടെ ആത്മീയോക്കെ സേട്ട്, അതായത് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ കുറേ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഈ മരം വെട്ടാൻ വന്നിരുന്നു എന്ന്. അവരുടെ മുതലാളി ഉണ്ടായിരുന്നു സേട്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരുപാട് ഐഡിയാസ് പ്രയോഗിച്ചു ഈ പെൺകുട്ടിയെ അവിടെ നിന്നും ആ മരത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐഡിയാസ് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. കബി പേടിക്കെ നീച്ചെ ലൗഡ് സ്പീക്കർ പെർ തേസ് ഷോർ മച്ചായ. ചിലപ്പോഴെല്ലാം ഈ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി ആ മരത്തിൽ നിന്നും ഇറങ്ങി പോകാൻ വേണ്ടി താഴെ നിന്ന് ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ഭയങ്കര ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. കബി पेड़ के ऊपर हेलीकॉप्टर उड़ा उड़ाकर लड़की को രാത് രാത് ഭർ ജഗായെ രക്കാം. ചിലപ്പോഴെല്ലാം ഈ മരത്തിൻ്റെ മുകളിലൂടെ ഹെലികോപ്റ്റർ പറപ്പിച്ചുകൊണ്ട് രാത്രി മുഴുവനും അതിൻ്റെ ആ ഒച്ചയും ആ കാറ്റും കാരണം ഈ പെൺകുട്ടിക്ക് ഉറങ്ങാനേ കഴിഞ്ഞിരുന്നില്ല. तुम हमारी दोस्ती कभी नहीं तोड़ पाओगे, ലടുക്കി ബുലന്ദ് ആവാസ് മേ ഉന്നെ कहती थी. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും ആ പെൺകുട്ടി അവിടെ നിന്ന് നല്ല ഉച്ചത്തിൽ വിളിച്ചു പറയുമായിരുന്നു, ഞങ്ങളുടെ ഈ സൗഹൃദം നിനക്ക് തകർക്കാനേ കഴിയുകയില്ല എന്ന് അവൾ നല്ല ഉച്ചത്തിൽ വിളിച്ച് പറയുമായിരുന്നു. ഈ മരത്തിൻ്റെയും ഈ പെൺകുട്ടിയുടെയും സൗഹൃദം ഒരിക്കലും ആർക്കും തകർക്കാൻ കഴിയുകയില്ല എന്ന് അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു. അനോഖി ദോസ്തി കി കിസ്സ ദുനിയാ ഭർ മേ മഷൂർ ഹോ ഗയ. അതായത് ആ പെൺകുട്ടിയുടെയും ആ മരത്തിൻ്റെയും ആ അപൂർവ സൗഹൃദത്തെക്കുറിച്ച്, ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ലോകം മുഴുവനും എല്ലാവരും അറിയാൻ തുടങ്ങി. ഉൻകെ ഇദ് ഗിർദ് ഹസാരോം ലോക് ഇക്കട്ടെ ഹോഗയെ. അതായത് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തും അതേപോലെ ഈ പെൺകുട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നും ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂട്ടി. ഹട്ടെ കട്ടെ ആദ്മിയോ ഓർ ഉൻകെ സേठ को लड़की पेड़ उसकी दोस्ती और उनके हज़ारों दोस्तों से डर लगने लगा था. അതായത് ഈ ഹെൽത്തി പേഴ്സൺസിൻ്റെ സേട്ട്, അതായത് അവരുടെ മുതലാളിയായ ആ മനുഷ്യൻ, അതിന് ഈ പെൺകുട്ടി, ഈ മരം, അവരുടെ ആയിരക്കണക്കിന് കൂട്ടുകാർ, ഇവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് കൂട്ടുകാരെ കുറിച്ചും അവർക്ക് പേടിയാകാൻ തുടങ്ങി. ആദ്യം ആകെ ഒരേ ഒരു പെൺകുട്ടിയെ മാത്രം എതിർത്താൽ മതിയായിരുന്നു ഈ മരം മുറിക്കാൻ. പക്ഷേ ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ പേടിക്കണം എന്ന അവസ്ഥയിലെത്തി. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहाँ से चले गए. അതായത് 738 ദിവസങ്ങൾ ഇങ്ങനെ ഈ പെൺകുട്ടി ആ മരത്തിൽ കഴിഞ്ഞു. അങ്ങനെ ആ മരത്തിൽ കഴിഞ്ഞ് അത്രയും ദിവസം ഇദ്ദേഹം ഈ മരം വെട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. എന്നിട്ടും പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ദിവസം ഒന്നും മിണ്ടാതെ ആ മനുഷ്യൻ, ആ സേട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. വാദാ കരോ യഹാ കി കിസി ഭി പേड़ को कभी नहीं काटेंगे. ലड़ക്കീനെ സേട്ട് സേ വാദാ ലേ ലിയ. അങ്ങനെ ആ പെൺകുട്ടി ആ സേട്ടിൻ്റെ കയ്യിൽ നിന്നും ഒരു ഉറപ്പും വാങ്ങി. എനിക്ക് ഉറപ്പ് തരിക, ഇനി ഒരിക്കലും ഇവിടെയുള്ള ഒരു മരം പോലും വെട്ടുകയില്ല എന്നുള്ള ഉറപ്പും ആ പെൺകുട്ടി ആ സേട്ടിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. സാരേ പേട് ബച്ച്. അങ്ങനെ എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. ഉസ് ലड़की का नाम ജൂലിയ ഹെ. ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ. ഉസ് പേട് കാ നാം ഹെ ലൂണ. ആ മരത്തിൻ്റെ പേരാണ്, ആ വൃക്ഷത്തിൻ്റെ പേരാണ് ലൂണ. ദോനോം ആജ് ബി പക്കേ ദോസ്തേ. ഇന്നും ഇവർ രണ്ടുപേരും നല്ല തിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ എന്തൊരു അത്ഭുതകരമായ കഥയാണല്ലേ, എന്തൊരു അത്ഭുതകരമായ ഫ്രണ്ട്ഷിപ്പാണല്ലേ അത്. जूलिया लॉरेन हिल का जन्म 18 फरवरी 1974 में मिसौरी के माउंट वेरोन में हुआ. അതായത് ജൂലിയ ലോറൻ ഹിൽ 18 ഫെബ്രുവരി 1974 മിസൗറിയിലുള്ള മൗണ്ട് വെറോണിലാണ് അവർ ജനിച്ചത്. ആപ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ കെ നാം സെ ബി ജാനി ജാതി ഹെ. ഇപ്പോൾ അവരെ അറിയപ്പെടുന്നത് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന നാമത്തിൽ. आप एक सफल लेखिका, अमेरिका पर्यावरण कर्ती और प्रवर्तक वक्ता है. ഇപ്പോൾ അവരൊരു
ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ലേഖിക മീൻസ് എ റൈറ്റർ, അമേരിക്കൻ പര്യാവരൺ കർത്തി, അതായത് അമേരിക്കയിലുള്ള ഒരു എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ഓർ പ്രേരക് വക്ത, ദാറ്റ് ഈസ് മോട്ടിവേഷണൽ സ്പീക്കറും കൂടിയാണ്. जंगल पेड़ों की कटाई रोकने के लिए 10 दिसंबर 1997 से और 18 दिसंबर 1999 के बीच 738 दिन 200 फुट लंबे 200 फुट दैट इज 61 मीटर ऊंचा लगभग 1000 साल पुराने കാലിഫോർണിയ റെഡ്വുഡ് പേഴ്മേം രഹി. അതായത് ഈ മരങ്ങളെയും അതേപോലെ കാടിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ 10th ഡിസംബർ 1997 മുതൽ 18th ഡിസംബർ 1999 വരെ 738 ദിവസം ഒരു 200 ഫൂട്ട് അതായത് 61 മീറ്റർ നീളമുള്ള ഒരു റെഡ്വുഡ് കാലിഫോർണിയ റെഡ്വുഡ് ട്രീ, അതായത് 1000 വർഷം പഴക്കമുള്ള ഈ കാലിഫോർണിയ റെഡ്വുഡ് മരത്തിൽ അവർ താമസിച്ചു. ജൂലിയ പേड़ की शीर्ष के पास एक तंबू में रही थी. അതായത് ജൂലിയ ആ മരത്തിൻ്റെ മുകളിൽ ഒരു തമ്പു എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റ് പോലെ, ഒരു കൂടാരം പോലെ കെട്ടിയിട്ട് അതിലാണ് താമസിച്ചത്. ताकि पैसिफिक लंबर कंपनी को लकड़हारे के काट न सके. അതായത് ഈ മരം പസഫിക് ലംബർ കമ്പനി ഈ മരം മുറിക്കാതിരിക്കാനാണ് അവരവിടെ താമസിച്ചിരുന്നത്. വേ अंत पेड़ को ബച്ചാനെ के लिए ലംബർ കമ്പനി के साथ समझौता पर पहुंची. അങ്ങനെ അവസാനം ലംബർ കമ്പനിയുമായി ഈ മരം മുറിക്കില്ല എന്ന രീതിയിൽ ഒരു കരാർ അവിടെ ഉണ്ടാക്കി. വഹ് പേड़ प्यार से ലൂണ के नाम जाना जाता है. അങ്ങനെ ആ റെഡ്വുഡ് ട്രീനെ ലൂണ എന്ന പേരിൽ എങ്ങനെ എല്ലാവരും അറിയാൻ തുടങ്ങി. ജൂലിയ ने सन 2000 में अपने पेड़ पर बैठने के अनुभव के बारे में एक किताब प्रकाशित की. नाम है द लेगसी ऑफ लूना. അതായത് ജൂലിയ 2000 ഈ അവർ ആ മരത്തിൽ ഇരുന്നതിനെ കുറിച്ച് ഒരു ബുക്ക്, അവരുടെ അനുഭവ കഥകൾ എഴുതി ഒരു ബുക്ക് പ്രകാശനം ചെയ്യുകയാണ്. ആ ബുക്കിന്റെ പേരാണ് ദ ലെഗസി ഓഫ് ലൂണ. നേഹ സിംഗിനെ കുറിച്ചിട്ടാണ്. നേഹ സിംഗ് का जन्म 5 मई 1982 में वाराणसी में हुआ. അതായത് നേഹ സിംഗ് 5th മെയ് 1982 വാരണാസിയിലാണ് ജനിച്ചത്. വേ ഹിന്ദി और अंग्रेजी दोनों भाषाओं में लिखती है. ഇവർ ഒരു റൈറ്ററാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇവർ റൈറ്റ് ചെയ്യും. और उनकी 19 किताबें प्रकाशित हो चुकी है. അങ്ങനെ അവരുടെ 19 ബുക്സ് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. बच्चों के लिए खासकर म्यूजिकल नाटक बनाना उन्हें बहुत बेहद पसंद था. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി മ്യൂസിക്കൽ നാടകങ്ങൾ എഴുതുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. വേ ബച്ചോം के लिए കഹാനിയാം കവിതായം ലിഖ്തി ഹെ. അവർ കുട്ടികൾക്കായി കഥകളും കവിതകളും എഴുതാറുണ്ട്. രാഹി നാം കി തിയേറ്റർ കമ്പനി ചലാത്തി ഹെ. രാഹി എന്ന പേരുള്ള ഒരു തിയേറ്റർ കമ്പനി അവർക്ക് ഉണ്ട്. और लड़कियों महिलाओं के लिए एक कंपनी चलाती है जिसका नाम है वाइलोइच. അതായത് അവർ സ്ത്രീകൾക്കും ചെറിയ പെൺകുട്ടികൾക്കുമായിട്ട് ഒരു കമ്പനി നടത്തുന്നുണ്ട്. ആ കമ്പനിയുടെ പേരാണ് വൈലോയിച്ച്. ഉൻകി പെഹ്ലി പുസ്തക് ഹെ ദി വെനസ്ഡേ ബസാർ. അതായത് അവരുടെ ആദ്യത്തെ പുസ്തകമായിരുന്നു വെനസ്ഡേ ബസാർ. ജോ सन 2014 में प्रकाशित हुई. അത് ആദ്യമായി പുറത്തിറങ്ങിയത് 2014 ആ ബുക്ക് ദി വെനസ്ഡേ ബസാർ എന്ന് പറയുന്ന ആ ബുക്ക് പബ്ലിഷ്ഡ് ആയത്. നെക്സ്റ്റ് ഇനിയിപ്പോൾ ഇതിൻ്റെ സമ്മറിയാണ്. यह कहानी एक सीधी और पेड़ प्यार करने वाली लड़की की है जो एक विशाल पुराने पेड़ को काटने से बचाने के लिए हर संघर्ष करती है. അതായത് ഈ കഥ ഒരു
വാശിക്കാരിയായ വൃക്ഷങ്ങളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അവൾ ഒരു പഴയ ഒരു വലിയ വൃക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവൾ ഏർപ്പെടുന്ന സംഘർഷങ്ങളാണ് ഈ കഥയിലുള്ളത്. ജബ് കുछ लोग पेड़ को काटने के लिए आते हैं तो लड़की उन्हें रोकने के लिए पेड़ पर चढ़ जाती है और वहीं रहने की निर्णय लेती है. അതായത് കുറച്ച് ആളുകൾ ഈ മരം വെട്ടാൻ വരുമ്പോൾ ഈ പെൺകുട്ടി ഈ മരത്തിൽ ചാടി കയറുകയും അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. വഹ് ചിടിയോ की तरह पेड़ पर अपना एक छोटा सा घर बना लेती है. ഒരു ചെറിയ കിളികളെ പോലെ അവളും ആ മരത്തിൽ ഒരു ചെറിയ വീടുണ്ടാക്കുന്നു. ബാരിഷ് ഹുയി, ബർഫ് പടി, തേസ് ആന്തി ചലനെ ലേക്കിൻ पेड़ और लड़की एक दूसरे को സുരക്ഷിത് രഖ്തേ ഹെ. അതായത് മഴ വന്നു, അതേപോലെ മഞ്ഞ് പെയ്തു, വലിയ കൊടുങ്കാറ്റ് വന്നു, എന്നിട്ടും ആ പെൺകുട്ടി ആ മരത്തിനെ സംരക്ഷിക്കുകയും ആ മരം ഈ പെൺകുട്ടിയെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കൈ ലോഗ് ഉസെ നീച്ചെ ഉത്തർനെ കെ कहते हैं, कुछ डराने की कोशिश करते हैं तो कुछ उसे खाने किताबें और कंबल देकर मदद भी करते हैं. അതായത് കുറേ ആളുകൾ അവളെ താഴെ ഇറക്കാൻ നോക്കുന്നു, കുറേ പേർ അവളെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ ആ സമയത്തും കുറച്ച് നല്ല ആളുകൾ അവൾക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും അതേപോലെ ബുക്സും കൊടുത്ത് അവളെ സഹായിക്കുന്നു. लड़की पेड़ से इतनी जुट जाती है कि वह कहती है तुम हमारी दोस्ती कभी नहीं तोड़ पाओगी. അതായത് ഈ പെൺകുട്ടിയും ഈ മരവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇത്രത്തോളം വളരുന്നു. അവിടെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, നീയും ഞാനും, അതായത് മരവും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആർക്കും തകർക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. യഹ് കഹാനി ദോസ്തി പ്രകൃതി പ്രേം ഓർ ദൃഢനിശ്ചിത കി മിസാൽ ഹെ. ഈ കഥ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ പ്രകൃതി സ്നേഹം, അതുപോലെ ദൃഢനിശ്ചയം, ഇതെല്ലാം കൂടി കൂടിയതാണ്. ജഹാൻ ഏക് ചോട്ടി സി ലड़की अपने हौसले और प्यार से एक बड़े पेड़ को बचा लेती है. ഇവിടെ ഒരു ചെറിയ പെൺകുട്ടി തൻ്റെ ധൈര്യവും അതേപോലെ ഈ മരത്തിനോടുള്ള സ്നേഹവും കാരണം ഒരു വലിയ മരത്തെയും മരങ്ങളെയും രക്ഷിക്കുന്നത് നമുക്കിവിടെ കാണാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രസൻറ്റേഷൻ എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻസ് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്